സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ സെവൻത് ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീ ഏകോപനം എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ച എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു? സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്നും, ബ്ലഡും കമ്പണൻസ് ഓഫ് ബ്ലഡ്, ഹാർട്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ തുടർച്ച എന്നോണം അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കുട്ടികൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, അത് അടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം. അഡോളസെൻസ് ആൻഡ് ഹെൽത്ത്, കൗമാരവും ആരോഗ്യവും. യു ആർ ഗ്രോയിങ് ഡേ ബൈ ഡേ ആൻഡ് ആർ നൗ പാസിംഗ് ത്രൂ അഡോളസെൻസ്. എന്തുവാണ്? അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൗമാരത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? കൗമാരപ്രായം. കൗമാരപ്രായം, ആ ഒരു പ്രായത്തിലൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അഡോളസെൻസ് പീരീഡ് ഈസ് ഫ്രം ദ ഏജ് ഓഫ് 10 to 19 years. അഡോളസെൻസ് പീരീഡ് എത്രയ്ക്ക് ഇടയ്ക്കാണ്? 10 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്കാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. ബയോളജിക്കലി ഇറ്റ് ഈസ് ദ പീരീഡ് വിത്ത് മെനി പെക്യുലാരിറ്റീസ്. ജീവശാസ്ത്രപരമായ ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണിത്. As a natural biological process, many physical changes occur during this period. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ബ്രെയിൻ ഡെവലപ്മെന്റ്, സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് ഗ്ലാൻഡ്സ് എക്സെട്ര ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരിയഡ്. അപ്പോൾ എന്തൊക്കെയാണ്? തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത. എന്താണ്? ബ്രെയിൻ ഡെവലപ്മെന്റ്, സഡൻ ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് ഗ്ലാൻഡ്സ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരിയഡ്. ഓക്കെ. അടുത്ത, വാട്ട് ആർ ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്? എന്തൊക്കെയാണ് ഈ സമയത്തുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ? നോക്കാം. ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസെൻസ്, കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങളാണ്. ആദ്യം ബോയ്സിന്റെ നോക്കാം. റാപ്പിഡ് ഗ്രോത്ത്, വളർച്ച ത്വരിതപ്പെടുന്നു, പെട്ടെന്ന് വളരുന്നു. ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. ഹെയർ ഡെവലപ്സ് അറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അണ്ടർ ആംസ്, ചെസ്റ്റ് ആൻഡ് ഫേസ്. എവിടെയൊക്കെ രോമങ്ങൾ വളരുന്നത്? ജനനേന്ദ്രിയ ഭാഗത്ത്, കഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. പിന്നെ വോയിസ് ഗെറ്റ് ഡീപ്പർ, ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. പിന്നെ സ്റ്റാർട്ട് സ്പെർമാറ്റോജനസിസ്, എന്തോന്നാണ്? ബീജോത്പാദനം ആരംഭിക്കുന്നു. ഇത്രയും ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇനി ഗേൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. റാപ്പിഡ് ഗ്രോത്ത്, അതുപോലെ തന്നെ വളർച്ച ത്വരിതപ്പെടുന്നു. ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് ബ്രസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, പ്രത്യുൽപാദന അവയവങ്ങളും സ്തനവും എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. ഹെയർ ഡെവലപ്സ് അറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് അണ്ടർ ആംസ്, ജനനേന്ദ്രിയ ഭാഗത്തും കഷത്തിലും രോമങ്ങൾ വളരുന്നു. പിന്നെ വോയിസ് ബിക്കം സ്വീറ്റ്, ശബ്ദ സൗകുമാര്യം, സ്വീറ്റ് സൗണ്ട് ആയിട്ട് മാറുന്നു. പിന്നെന്തോന്നാണ്? സ്റ്റാർട്ട് ഓവല്യൂഷൻ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ, അണ്ഡോത്സർജനം തുടങ്ങുന്നു, ആർത്തവം ആരംഭിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ബോയ്സിലും ഗേൾസിലും ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് എപ്പോൾ? കൗമാര കാലഘട്ടത്തിൽ. അടുത്ത നോക്കാം നമുക്ക് മെൻസ്ട്രേഷൻ.
Many kinds of preparations for reproduction take place in the uterus of a woman every month. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്തവം എന്ന് പറയും. ന്യൂമറസ് ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂസ് ഡെവലപ്ഡ് ഇൻ ദ ഇന്നർ ലെയർ ഓഫ് യൂട്രസ്. എന്താണ് സംഭവിക്കുന്നത്? ഗർഭാശയത്തിന്റെ ആന്തരപാളികളിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. If pregnancy does not happen, these preparations became fertile. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെ ആകുന്നു. Then the newly formed blood vessels and tissues collapse. അപ്പോൾ പുതുതായി രൂപപ്പെടുന്ന രക്തലോമികകൾ പൊട്ടും. Blood vessels and tissues shedded off from the uterine wall gets expelled from the body along with the blood. രക്തലോമികളും മറ്റ് കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് മെൻസ്ട്രുവേഷൻ. ഈ പ്രോസസ്സിന് എന്തെന്ന് പറയുന്നു? ആർത്തവം എന്നു. ഈ പ്രക്രിയയ്ക്ക് ആർത്തവം എന്ന് പറയുന്നു. ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് മേ ലാസ്റ്റ് ഫോർ 7 days. എത്ര ദിവസം ഉണ്ടാവും? 7 ദിവസം വരെ നീണ്ടു നിൽക്കും. Some people may experience severe abdominal pain, vomiting, back pain, and leg cramps before and during menstruation. Some people may also develop excessive anger and anxiety during this period. അപ്പോൾ ഈ 7 ദിവസം വരെ ഇതെന്തോന്ന് 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ ചില ആൾക്കാർക്ക് അടിവയറ് വേദന വരും, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് അമിതമായ ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകും. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിന്റെ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ is a normal physiological process occur in every എത്ര ഡേയ്സിനിടയ്ക്ക്? 28 days ആണ്. അതിനിടയ്ക്ക് 28 ദിവസം കൂടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് there may be slight variation in this. അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. റെഗുലർ ആയിട്ട് ഇറഗുലർ ആണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നോക്കൂ അടുത്തത്. മെൻസ്ട്രൽ ഹൈജീൻ. വാട്ട് മെത്തേഡ്സ് ഡു ഗേൾസ് അഡോപ്റ്റ് ടു മാനേജ് മെൻസ്ട്രൽ ബ്ലഡ്? ആർത്തവകാലത്തുണ്ടാക്കുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? എന്തൊക്കെയാണ്? സാനിറ്ററി നാപ്കിനുകളുണ്ട്, പിന്നെ മെൻസ്ട്രൽ കപ്പ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സാനിറ്ററി നാപ്കിൻസ് ഡ്യൂറിങ് മെൻസ്ട്രൽ പീരിയഡ്സ്. ആർത്തവകാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളോ അസൗകര്യങ്ങളോ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈസി ടു യൂസ്, ഉപയോഗിക്കാൻ എളുപ്പമാണ്. മേന്മകൾ എന്താണ്? ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഈസി ടു അവൈലബിൾ, ലഭ്യമാക്കാൻ എളുപ്പമാണ്. ഹൈ അബ്സോർബൻസി, എന്താണ്? നല്ലോണം ഈ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഒക്കെ നല്ലോണം വലിച്ചെടുക്കും. പിന്നെ എന്തോന്നാണ്? കംഫർട്ടബിൾ ടു വെയർ, ധരിക്കാൻ സുഖപ്രദമാണ്. ഇത്രയും അഡ്വാൻറ്റേജസ്, മേന്മകളാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ടി ഇൻ ഡിസ്പോസിങ്, നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. മേക്കേഴ്സ് ലീക്കേജ് ഉണ്ടാവും എന്നുള്ള ഒരു പേടി. മേക്കേഴ്സ് അലർജികൾക്ക് കാരണമായേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡിസഡ്വാൻറ്റേജസിൽ വരുന്നതാണ്. മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സംഭവമാണ് മെൻസ്ട്രൽ കപ്പ്. അത് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഡോണ്ട് യു നോ ദാറ്റ് മെൻസ്ട്രൽ കപ്പ് ആർ നൗ അവൈലബിൾ വിച്ച് ആർ മോർ കൺവീനിയൻറ്റ് ടു യൂസ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. അതായത് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ.
ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗരീതി, കൗമാരകാലത്തെ ശുചിത്വം എന്നിവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ. നമുക്കിപ്പോൾ ഡിസ്കസ് ദ ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ലേൺ മോർ അബൌട്ട് യൂസ് ഓഫ് മെൻസ്ട്രൽ കപ്സ്. മെൻസ്ട്രൽ കപ്സിന്റെ യൂസിനെ കുറിച്ച്, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഹെൽത്ത് വർക്കേഴ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് മെൻസ്ട്രൽ കപ്പ് ഡിസ്കസ് ചെയ്യാനാണ്. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന്. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ഓർ മൈൽഡ് disinfectant before and after using menstrual cup. Sanitary napkins or cloth. Care should be taken to change sanitary napkins or cloth after every 4 to 5 hours as part of ക്ലീൻലൈൻസ്. അതായത് മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിൻ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പും വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിന്റെ ഭാഗമായി 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ലീക്ക് ചെയ്യുമെന്നുള്ള പേടി വേണ്ട. അടുത്ത നോക്കോ, അഡോളസെൻസ് ന്യൂട്രീഷൻ, കൗമാരകാലത്തെ ഭക്ഷണം. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഷുഡ് ബി ടേക്ക് ഡ്യൂറിങ് അഡോളസെൻസ് ഡിസ്കസ് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. കൗമാരകാലത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി ഗ്രോത്ത് ഡ്യൂറിങ് അഡോളസെൻസ് ഈസ് റാപ്പിഡ്. കൗമാരകാലത്ത് ശരീര വളർച്ച എന്ന് പറയുന്നത് ദ്രുതഗതിയിലാണ്. എ ഗേൾ ലോസസ് അബൌട്ട് 0.6 ലിറ്റർ ബ്ലഡ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം വരെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ഫുഡായിരിക്കണം കഴിക്കേണ്ടത്? രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാരകാലത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺസിഡർ ദ ബ്ലഡ് ലോസ് ആൻഡ് റാപ്പിഡ് ബോഡി ഗ്രോത്ത്. ഹൗ ഷുഡ് അഡോളസെൻസ് അഡ്ജസ്റ്റ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്. എങ്ങനെയൊക്കെയുള്ള ഫുഡുകളായിരിക്കും കഴിക്കേണ്ടത്? അയൺ റിച്ച് ഫുഡ്, മീറ്റ്, എഗ്, മിൽക്ക്, നട്ട്സ്, വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ് എല്ലാം ആ ഒരു സമയത്ത് നമ്മൾ നല്ലോണം കഴിക്കേണ്ടതാണ്. Haven't you understood that our body is a storehouse of many wonders? Visit medical exhibitions, view and understand more about the internal organs have learned about. നമ്മുടെ ശരീരം ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ പഠിച്ച വിവിധ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ മെഡിക്കൽ എക്സിബിഷനുകൾ നടക്കുമ്പോൾ അവിടെ സന്ദർശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ലൈംഗിക ചൂഷണം. ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു സംഭവമേ കേൾക്കാനുള്ളൂ. അത് എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അതിന് നമ്മൾ നേരിടുന്ന ആ ഒരു പ്രശ്നം നമ്മൾ ഓവർകം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നോക്കൂ, ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻക്ലൂഡിംഗ് സ്മാൾ ചിൽഡ്രൻ ആർ സബ്ജക്റ്റഡ് ടു വേരിയസ് കൈൻഡ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ദ സൊസൈറ്റി. They often became victims of abuse in their own homes, relatives' houses, vehicles, സ്കൂൾസ് ആൻഡ് അതർ പബ്ലിക് പ്ലേസസ്. എന്താണ്, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. സ്വന്തം വീടുകളിൽ നിന്നാവാം, ചിലപ്പം ബന്ധു വീടുകളിൽ നിന്നാവാം, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് പലപ്പോഴും പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. You need to be careful about the following types of people while interacting with the relatives, classmates, friends and strangers. അപ്പോൾ ബന്ധുക്കളോ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കൂ. Those who try to touch യുവർ ബോഡി പാർട്സ് വിത്തൗട്ട് പെർമിഷൻ. അനുവാദമില്ലാതെ ആരെങ്കിലും നമ്മുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. People who talk about look with a sexual intent. ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരുമാണെങ്കിൽ.
those who encourage to view pornographic images and videos, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നവർ. പിന്നെന്തുവാണ്? ദോസ് ഹു ഷോ ഫേക്ക് ലവ് ആൻഡ് ഗീവ് ഗിഫ്റ്റ്, കൃത്രിമ സ്നേഹം കാണിക്കുന്നവർ, ഉപകാരങ്ങൾ നൽകുന്നവർ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? If you face any difficulty in the above mentioned ways, you should speak openly without fear to your parents. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ രീതിയിൽ ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ എന്തോന്ന് ചെയ്യണം? നേരെ ആരടുത്ത്? നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ആദ്യം പറയുക. ഇല്ല എങ്കിൽ എന്തോന്ന്? മാതാപിതാക്കളടുത്തോ സഹപാഠികൾ, അധ്യാപകർ, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയണം. ആരെടുത്താലും നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയണം. യു ഷുഡ് പ്രാക്ടീസ് സേയിങ് നോ ഫെമിലി വെൻ യു റിക്കഗ്നൈസ് ബാഡ് ടച്ച് ബൈ സമ്മൺ ഓൺ യുവർ ബോഡി പാർട്സ്. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടുകയാണെങ്കിൽ നമ്മൾ നോ എന്ന് പറയാൻ ആദ്യം ശീലിക്കണം. ശക്തമായി നോ പറയാൻ നമ്മൾ ശീലിക്കണം. ഓക്കെ. If you don't get enough support from your near and dear ones, even after opening up about the harassment you or your classmates had faced, you can contact the child helpline number. അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏത് തരം പീഡനം വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തോന്ന് ചെയ്യണം? ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ലൈൻ നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1098. നൈറ്റ് ആൻഡ് ഡേ. എപ്പോൾ വിളിച്ചാലും അത് കിട്ടും. ലോഗോയിലെ നമ്പർ മനസ്സിൽ സൂക്ഷിക്കുമല്ലോ. എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. നമ്മുടെ ഒരു അവകാശമാണ് ഇത്. എന്തോന്ന്? ഇറ്റ് ഈസ് ദ ചൈൽഡ് റൈറ്റ് ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ആൾ കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻസ്. ഓക്കെ. ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. ഓക്കെ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ലെറ്റേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.